അങ്ങനെ +1 പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മൾ +2 തുടങ്ങി. +2ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. +2 മാത്തമാറ്റിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ +1 ആദ്യം പഠിച്ച സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അത് 2 ചാപ്റ്റർ ആയിരുന്നു. അത് പക്ഷേ ഒരൊറ്റ ടോപ്പിക്കായിരുന്നു. അതിൻ്റെ ബാക്കിയായി നമ്മൾ സെക്കൻഡ് ഇയറിൽ ആദ്യത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ഇയറിലെ 3ാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രി. ട്രിഗ്നോമെട്രി ഇച്ചിരി ബന്ധപ്പാടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ബാക്കി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫങ്ഷൻസ്. അത് കഴിഞ്ഞപ്പം ഇതുമായിട്ടൊന്നും വലിയ ചേർച്ച ഇല്ലാത്ത മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. അത് 2 ചാപ്റ്ററാണ്, മെട്രിക്സും ഡിറ്റർമിനൻസും. പിന്നെ ഒരു പക്ഷേ എല്ലായിടത്തും തുടങ്ങിയൊന്നും എനിക്കറിയില്ല. കണ്ടിന്യൂറ്റിയിലേക്ക്, അതായത് കാൽക്കുലസിലേക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കാലെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ പേടിയൊക്കെ വരും. കാരണം എന്ന് വെച്ചാൽ ഇതെങ്ങനെ പഠിച്ചാലാണ് +2 ഫുൾ മാർക്ക് ഒപ്പിക്കുക. കാരണം നമുക്ക് +2 ഫുൾ മാർക്ക് ഒപ്പിക്കാൻ ഈ പറയപ്പെടുന്ന വലിയ പാടൊന്നുമില്ല മാത്തമാറ്റിക്സിന്. അപ്പോൾ ഇതെങ്ങനെയാണ് മാത്തമാറ്റിക്സ് +2 ഫുൾ മാർക്ക് ഒപ്പിക്കേണ്ടതെന്നൊന്ന് പറയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നത്. അതിപ്പോഴേ പറയാൻ കാര്യം, തുടക്കത്തിലേ അതെങ്ങനെ അങ്ങ് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈ വലിയ പ്രശ്നങ്ങളില്ല. അപ്പം ഞാൻ കഴിഞ്ഞു പോയ 1-2 ചാപ്റ്ററിനെ കുറിച്ച് ആദ്യം പറയാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓവറോൾ ആദ്യം പറയുന്നത്, നമ്മുടെ NCERT ബുക്കിലെ എല്ലാ പ്രോബ്ലംസും, എല്ലാ എക്സസൈസും, എല്ലാ എക്സാമ്പിൾസും ഡീറ്റെയിൽഡായിട്ട് നന്നായിട്ട് ചെയ്ത് പഠിച്ചിരിക്കണം. അത് ചെയ്യുന്നതിന് മുന്നേ ഈ NCERT എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചെറിയ വിഷയമുള്ളത്, നമുക്ക് സിലബസ് കുറച്ച് ഡിലീറ്റഡ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ബുക്ക് എടുത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സിലബസ് ഒന്നെടുത്ത് മുൻപിൽ വെക്കണം. അപ്പം നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ടായിരിക്കണം പഠിക്കാനായിട്ട് എടുക്കുമ്പോൾ. അപ്പം നമ്മളിപ്പോൾ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അത് ഞാൻ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് റിലേഷൻ ആൻഡ് ഫങ്ഷൻ ആണുള്ളത്. അതിലെ സിലബസിൽ ഓരോ ടൈംസ്, അതായത് ഓരോ ടോപ്പിക്ക് നോക്കി ആ ടോപ്പിക്ക് തന്നെ ആയിരിക്കണം നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ. സിലബസിലുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സിലബസിൻ്റെ പുറത്തുനിന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കതിന് മാർക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എങ്ങാനും വന്നാലോ എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട. സിലബസിന് പുറത്തുനിന്ന് വന്നാൽ നമുക്ക് മാർക്ക് കിട്ടും. ഇപ്പോൾ സിലബസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. സിലബസ് നോക്കി വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. NCERTയിലെ എല്ലാ എക്സാമ്പിൾസും എല്ലാ എക്സസൈസും ചെയ്തു പോകണം. ഇപ്പോൾ ചെയ്യുമ്പോഴത്തേനും നമ്മളൊരു ബുക്കിൽ, അതായത് നമ്മൾ നല്ലൊരു ബുക്ക് എടുത്ത് അതിനകത്ത് ചെയ്ത്, ഇപ്പം നമ്മുടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നതിനകത്ത് ഹോംവർക്ക് ആയിട്ട് തരും. നമുക്കല്ലാതെ ക്ലാസ്സിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഓരോ ചാപ്റ്ററിലെയും ആ NCERT ചോദ്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ഓരോ ബുക്കിൽ അങ്ങനെ ചെയ്ത് പോകണം. അതിനൊപ്പം ചാപ്റ്ററുകളെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വേണം പഠിക്കാൻ. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ചാപ്റ്ററിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ ഒരു ബേസ് ഒക്കെ എടുത്തതിന് ശേഷം വേണം സെക്കൻഡ് ഇയറിലെ ചാപ്റ്ററൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ. അതുപോലെ ട്രിഗ്നോമെട്രിയുടെ ബാക്കിയായിട്ട് വേണമെങ്കിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഇൻവേഴ്സാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. നിങ്ങൾ പറയുന്ന പോലെ അതൊരു കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. അതും ഈ NCERT ഒക്കെ പഠിച്ചാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാം. അതേസമയം മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് മാർക്കിൻ്റെ ചോദ്യം വരുന്ന ഒരു ചാപ്റ്ററാണ് മെട്രിക്സ് ഡിറ്റർമിനൻ്റ്. നമുക്കത് 2ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ. പൊതുവേ നമ്മളതൊരു ടോപ്പിക്കായിട്ടാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, അത് കണക്റ്റഡ് ആണ്, അത് ടോപ്പിക്കാണ്. അപ്പോൾ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു ലോട്ടറി ചാപ്റ്ററാണ്. അതായത് നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും അറിയാം. അത് നമ്പേഴ്സ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും അറിയാമെങ്കിൽ ചെറുതായിട്ടൊരു 0 വെട്ട് കളിക്കുന്ന പോലെ നമുക്ക് ഈസി ആയിട്ടൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് പുതിയതായതുകൊണ്ട്, അതായത് നമുക്ക് ആദ്യം സ്ട്രെയിഞ്ച് ഫീൽസ് ഡിഫിക്കൽട്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല. അതായത് ബീങ് സ്ട്രെയിഞ്ച് ഫീൽസ് ബീങ് ഡിഫിക്കൽട്ട്. അതായത് നമുക്കത് പരിചയമില്ലാത്തതൊക്കെ ആകുമ്പോഴത്തേനും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനെ നിങ്ങൾക്ക് തോന്നരുത്. ആ ചാപ്റ്റർ ഭയങ്കര രസമാണ്. പിന്നെ നമ്മൾ കാലെടുത്ത് കുത്തുന്നത് കാൽക്കുലസിലേക്കാണ്. ഒരു കാരണവശാലും കാൽക്കുലസിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് നമുക്കൊരു ഒരു പ്രശ്നം ഉണ്ടാകരുത്. കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് തുടങ്ങും, ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയും. അതിനുശേഷം ആ 2 കൺസെപ്റ്റും പ്യുവർ മാത്തമാറ്റിക്സിൻ്റെ ആയതുകൊണ്ട് ഇനീഷ്യലി ഒരു അല്പം ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. കാരണം നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ടെൻഷൻ അടിക്കരുത്. കാരണം ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് വരുമ്പോഴത്തേനും അത് ഭയങ്കര രസമാണ് ചെയ്തു പോകാൻ. ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, പല മെത്തേഡുകളുണ്ട്, ഭയങ്കര രസമാണ്. അതും നിങ്ങൾ ആദ്യം ആ NCERT അങ്ങ് ചെയ്തങ്ങ് പോവുക. ഇതിൻ്റെ ഒപ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പോഴേ നോക്കി പോകണം. എല്ലാം കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഓരോ ചാപ്റ്ററും കഴിയുന്നതിനൊപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് വന്നേക്കുന്നത് നോക്കുവാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഐഡിയ കിട്ടും. മിക്കവാറും നിങ്ങളുടെ ചാപ്റ്ററുകളുടെ ലാസ്റ്റ് ഏരിയയിൽ നിന്നായിരിക്കും വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത. പക്ഷേ ഈ ലാസ്റ്റ് ഏരിയയിലെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇനീഷ്യൽ കൺസെപ്റ്റുകൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ കണ്ടിന്യൂറ്റിയുടെ കാര്യമാണ് പറയുന്നത്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം ഒരു അല്പം കാലിടറാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്യുവർ മാത്തമാറ്റിക്സിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നതും ഡിഫറൻഷ്യബിലിറ്റിയും പ്യുവർ മാത്തമാറ്റിക്സിൻ്റെ പാർട്ടായതുകൊണ്ട്. അതിനുശേഷം ഡിഫറൻസിയേഷൻ നടത്താനുള്ള പരിപാടി ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. +2 ഏറ്റവും രസമുള്ള ഏരിയ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പല മെത്തേഡുണ്ട്. അതങ്ങ് കഴിയുമ്പോഴേ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആവും. ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
നിങ്ങൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ ആ ഡിഫറൻസിയേഷൻ പ്രൊസീജിയറിൻ്റെ ഏരിയ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ NCERT വെച്ചിട്ട് അങ്ങ് പ്രിപ്പയർ ചെയ്താൽ മതി. അതിനുശേഷം വരുന്നത് നമ്മുടെ ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ പേടിയാവും, അങ്ങനെ ടെൻഷൻ അടിക്കരുത്. കാരണം ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേനും ചാടിക്കരുത് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ആ ചാപ്റ്ററിനെ നന്നായിട്ട് ഡിസൈൻ ചെയ്ത് വേണം പഠിക്കാൻ. അതത്രയൊന്നും നിങ്ങളായിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കുമ്പോൾ ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷനും നിങ്ങൾ നോട്ടിൽ നിങ്ങൾക്ക് ടീച്ചർമാർ നന്നായിട്ട് ഇത് എഴുതി തരുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടേതായ ഒരു ഡിസൈനും കൂടി ഇതിനകത്ത് രണ്ടിനകത്ത് ആക്കണം. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ടൈപ്പുകൾ, അതിൻ്റെ ഒരു എക്സാമ്പിൾസ്, അതിൻ്റെ ഒരു ഏരിയ വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അതുപോലെ ഇൻ്റഗ്രേഷനകത്തും ടൈപ്പുകൾ നമുക്ക് നമ്മുടേതായ ഒരു നോട്ട് ഈ 2 ചാപ്റ്ററിന് നിർബന്ധമായിട്ടും വേണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ്, മെത്തേഡ്സ് എല്ലാം വെച്ചിട്ടുള്ള ഒരു നോട്ടും, അതുപോലെ ഇൻ്റഗ്രേഷൻ ഒരു ഷോർട്ട് നോട്ട് നിർബന്ധമായിട്ടും വേണം. കമ്പയർഡ് ടു ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ഒരു അല്പം കൂടെ ഡിഫിക്കൽട്ട് ആവാൻ സാധ്യതയുണ്ട് കുട്ടികൾക്ക്. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, ഇനിഷ്യലി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്, അങ്ങനെ ഡിഫിക്കൽട്ട് ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടൈപ്പുകൾ നമുക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാനായിട്ട് ആ ഓരോ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്നും പറഞ്ഞ് നമ്മൾ ഇക്വേഷൻസ് ഉൾപ്പെടെ ഒരു ബുക്കിൽ, ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ, ബുക്കിലോ പേപ്പറിലോ നിങ്ങൾ എഴുതി വെക്കുവാണെങ്കിൽ നമുക്കത് റെഫർ ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേന് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇതിനകത്ത് ഏത് ടൈപ്പാണ് പെട്ടെന്ന് റെഫർ ചെയ്തിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഇൻ്റഗ്രേഷൻ കഴിയുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ 2 എന്ന് പറയുന്നത്, അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ട്. അതിൽ ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കാനായിട്ടാണ്. അവിടുന്ന് ഒരു ചോദ്യം നിർബന്ധമായിട്ടും ചോദിക്കുന്നതാണ്. അതും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ. സിമ്പിൾ എന്ന് പറയുമ്പോഴത്തേനും എന്താ പറയുക, NCERT ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെ നമുക്ക് വരുള്ളൂ, നമുക്ക് കൺഫേം അറിയാമല്ലോ. അപ്പോൾ അതിനകത്തെ ആ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ ഒരു പർട്ടിക്കുലർ തിങ് ആണ്. നിങ്ങൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത, അതായത് അത് നമുക്കായിട്ടില്ലല്ലോ, നമുക്ക് എങ്ങും തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് കത്തൂലല്ലോ. ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കാൻ മാത്രമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഉള്ളത്. അത് ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതിന് തൊട്ട് പുറയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് എന്താ പറയുക, കാൽക്കുലസിൻ്റെ ഒരു ടെയിൽ എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. അവിടുന്ന് പക്ഷേ ഈസി ക്വസ്റ്റൻ കിട്ടും. അവിടെ ഒരു 2-3 മെത്തേഡുകളേ ഉള്ളൂ. ആ മെത്തേഡുകൾ അറിഞ്ഞിരുന്നാൽ ആ ഒരു ഏരിയയും കിട്ടും. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ കാൽക്കുലസ് എന്ന് പറയുന്ന ഏരിയ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അങ്ങനെ 5 ചാപ്റ്ററാണ്. അപ്പോൾ അവിടെ നമുക്ക് ആസ് എ ഓൾ പറയുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും നിർബന്ധമായിട്ടും അത്യാവശ്യം എല്ലാ മെത്തേഡിലും അറിയാമെങ്കിൽ ഈ ഏരിയ കംപ്ലീറ്റ് നമ്മുടെ കയ്യിലിരിക്കും, ഒരു പ്രശ്നങ്ങളുമില്ല. ഇനി ഇവരുമായിട്ട് വലിയ ബന്ധങ്ങളില്ലാത്ത വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്ടറുണ്ട്. വെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സിനകത്തൊക്കെ ഉപയോഗിക്കുന്ന വെക്ടർ തന്നെ. അത് പക്ഷേ നമ്മുടെ +2 മാത്തമാറ്റിക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമുക്ക് 100% ഷുവറാണ് നമുക്ക് മാർക്ക് കിട്ടും, കാരണം വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. അതിനുശേഷം വരുന്നത് 3D എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ ജിയോമെട്രിയുടെ സപ്പോർട്ടിങ് ചാപ്റ്ററാണ് വെക്ടർ. അപ്പോൾ വെക്ടറും 3D നിങ്ങൾ ഒന്നിച്ച് ലാസ്റ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ വെക്ടർ നന്നായിട്ട് പഠിച്ചെങ്കിൽ 3 ഡയമെൻഷണൽ ജിയോമെട്രി നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെക്ടർ നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. വെക്ടർ ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. പിന്നെ ഫിസിക്സിലെ വെക്ടർ പോലെ തന്നെ ഒരു വെക്ടർ ഈസിയാണ്. അതായത് അവിടുത്തെ ആ ഒരു സ്റ്റൈലല്ല, ഇത്തിരി ഡിഫറൻറ്റ് സ്റ്റൈലില്ല, ഇച്ചിരി കൂടി ഈസിയാണ് കേട്ടോ നമ്മുടെ വെക്ടർ. പിന്നെ നമുക്ക് ഒരു ലോട്ടറിയും കൂടെ കിടപ്പുണ്ട്. അവസാനം ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നൊരു ചാപ്റ്ററുണ്ട്. അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ, അത് 6 മാർക്കിൻ്റെ വലിയ മാർക്കിൻ്റെ ചോദ്യമായിരിക്കും വരുന്നത്. അത് നമ്മൾ എന്താ പറയുക, ഭയങ്കര ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. അതിൽ വേർഡ് പ്രോബ്ലമാണ്. ആ വേർഡ് പ്രോബ്ലം ഒരു 1, 2, 3 വട്ടം വായിച്ചത് മനസ്സിലാക്കി ഒന്ന് മെരുക്കി എടുത്ത് വരണം. അങ്ങനെ വന്നാൽ നമുക്ക് അതിൻ്റെ ബാക്കി പ്രൊസീജിയറുകളെല്ലാം ഭയങ്കര ഈസി ആയിട്ട് പോകും. നമ്പറുകൾ എഴുതുന്ന മാറിപ്പോകാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നിന്ന് വരുന്നൊരു വലിയ മാർക്കിൻ്റെ ചോദ്യം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും +2 മാത്തമാറ്റിക്സ് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു മെട്രിക്സ് ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്ക്, വെക്ടർ ആൻഡ് 3D എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, ലീനിയർ പ്രോഗ്രാമിംഗ്. ഒരു കാര്യം പറയാൻ മറന്നു പോയെന്നല്ലേ, പ്രോബബിലിറ്റി ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ, ആപ്ലിക്കേഷൻ എന്നല്ല, അതിൻ്റെ ഒരു ബാക്കി എന്ന് പറയുന്ന പോലെ സെക്കൻഡ് ഇയറിൽ പ്രോബബിലിറ്റി ഉണ്ട്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് ബേസ് തിയറം എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ സ്റ്റേറ്റിന് അത്രയും പോകുന്നില്ലായിരിക്കാം. നിങ്ങൾ സിലബസ് നോക്കണം. ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഒക്കെ സിലബസാണ്. കാരണം അതിനകത്ത് ടെയിൽ എൻഡിലേക്ക് വരുന്ന ടോപ്പിക്കുകളൊന്നും നിങ്ങൾക്ക് ഇല്ലായിരിക്കും, നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞേക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ പേടിയൊന്നും ഉണ്ടായിരിക്കില്ല, അത് ലോജിക്കാണല്ലോ. ഫസ്റ്റ് ഇയറിലെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് ചെറുതായിട്ട് റിവൈസ് ചെയ്തിട്ട് വേണം പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ക്ലാസ്സിലൊക്കെ തുടങ്ങുമ്പോഴത്തേനും നിങ്ങളൊന്ന് കേട്ടിരിക്കാൻ. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഉണ്ട്. പിന്നെ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. സെറ്റ്സ് എന്ന് ഞാൻ ചേർത്ത് പറയാൻ കാര്യം അതൊരൊറ്റ ടോപ്പിക്കാണ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ആ കാര്യങ്ങളിൽ സെറ്റിൻ്റെ ബാക്കിയായിട്ടാണല്ലോ വരുന്നത്. പിന്നെ നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. ഇത്രയേ ഉള്ളൂ സെക്കൻഡ് ഇയർ +2 മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ ചാപ്റ്ററിനും നോട്ട്, അതായത് ഇക്വേഷൻസ് എല്ലാം ചേർത്ത് ഒരു നോട്ട് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് പൊക്കണം. എല്ലാ ചാപ്റ്ററിൻ്റെ NCERT കംപ്ലീറ്റ് റിവൈസ് ചെയ്യാൻ നമുക്ക് സമയം അവസാനം കാണില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും ആ ചാപ്റ്റർ തീർന്നതിന് ശേഷം അതിനകത്ത് ഇക്വേഷൻസ്, റിസൾട്ട്, മെയിൻ സ്പെഷ്യൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ, അതായത് നമുക്കൊരു റിവിഷൻ നടത്തണമെങ്കിൽ പെട്ടെന്നൊന്ന് മറിച്ച് നോക്കാൻ പാകത്തിന് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. NCERT ബുക്കിലെ എല്ലാ എക്സാമ്പിൾസും എല്ലാ എക്സസൈസും ഏത് നിമിഷം ചോദിച്ചാലും ചെയ്യാവുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്തിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം റെഫർ ചെയ്തിരിക്കണം. അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇത്രാമത്തെ ചോദ്യം മെട്രിക്സിലാണെങ്കിൽ എല്ലാ വർഷവും തന്നെ ആ ചോദ്യം മെട്രിക്സിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ഉൾപ്പെടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബ്രില്യൻറ്റ് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും നിങ്ങൾക്ക് തരുന്നുണ്ട്. പബ്ലിക് എക്സാമിനുള്ള സപ്പോർട്ടുകളും ബ്രില്യൻറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൂടാതെ അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം, നമുക്ക് ജാനുവരിയിൽ JEE മെയിൻസും അതിനുശേഷം കീം എക്സാമും ഒക്കെ വരുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിൽ വെച്ചോണം. കാരണം വെച്ചാൽ നമുക്ക് ഇതിന് ശേഷം ഇപ്പം നമുക്ക് നീറ്റും വരുന്നുണ്ട്. ഞാൻ എഞ്ചിനീയറിംഗിൻ്റെ കാര്യം മാത്രമല്ല, മാത്തമാറ്റിക്സ് ആയാലും നമ്മൾ എഞ്ചിനീയറിംഗിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ജാനുവരിയിൽ JEE മെയിൻസ് ഉണ്ട്, ഒപ്പം നമ്മുടെ കീമുണ്ട്. JEE മെയിൻസ് ആണ് നമുക്ക് ആദ്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം ചെറുതായിട്ടെങ്കിലുമൊക്കെ ഒന്ന് ബോർഡ് എക്സാമിനെ ബാധിക്കാതെ ചെറുതായിട്ടൊക്കെ ഒന്ന് നോക്കി പോകണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രില്യൻറ്റിനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.